വെൽക്കം ടു കൊമേഴ്സ് ട്യൂട്ടോറിയൽ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് ചാപ്റ്റർ 9-ലെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടോപ്പിക്കായ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസി കോൺട്രാക്റ്റും അതിൻ്റെ വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺട്രാക്റ്റ് ആൻഡ് കോസി കോൺട്രാക്റ്റും എന്നുള്ളതാണ് ഇന്ന് ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ, എന്താണ് കോസി കോൺട്രാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ, ഒരു ആക്ച്വൽ കോൺട്രാക്റ്റിൻ്റെ അഭാവത്തിൽ ചില റെസ്പോൺസിബിലിറ്റികൾ നമ്മുടെ മേലിൽ ഇമ്പോസ് ചെയ്യുന്നുണ്ട്. അത്തരം കോൺട്രാക്റ്റുകളെ നമ്മൾ കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. വാട്ട് ആർ ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസി കോൺട്രാക്റ്റ് ആണ് ഇനി പറയുന്നത്. ഒന്നാമത്തെ, സപ്ലൈ ഓഫ് നെസസറി ടു പേഴ്സൺ ഇൻകോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട്. സെക്ഷൻ 68 പ്രകാരം ദ പേഴ്സൺ ഹൂ ഹാസ് സപ്ലൈഡ് ദ നെസസറി ടു എ പേഴ്സൺ ഹൂ ഈസ് ഇൻകോമ്പിറ്റൻറ്റ് ടു കോൺട്രാക്ട് ഓർ എനി വൺ ഹൂ ഈസ് ഡിപ്പെൻഡൻറ്റ് ഓൺ സച്ച് ഇൻകോമ്പിറ്റൻറ്റ് പേഴ്സൺ ഈസ് എൻടൈറ്റിൽഡ് ടു ബി റീഇംബേഴ്സ്ഡ് ഫ്രം ദ പ്രോപ്പർട്ടി ഓഫ് സച്ച് ഇൻകേപ്പബിൾ പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ, സെക്ഷൻ 68 പറയുന്നത് ഇൻകോമ്പിറ്റൻ്റ് പാർട്ടീസ്, അതായത് ഒരു കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കപ്പാസിറ്റി ഇല്ലാത്ത പാർട്ടീസ് ഉണ്ട്. അവർക്ക് ആവശ്യമായ സാധനങ്ങൾ സപ്ലൈ ചെയ്യേണ്ടതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു കോസി കോൺട്രാക്റ്റാണ് ഇവിടെ പറയുന്നത്. അതായത് കോൺട്രാക്റ്റിൽ എൻ്റർ ചെയ്യാൻ കഴിയാത്ത ഇൻകോമ്പിറ്റൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ആ വ്യക്തിയെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്ന മറ്റൊരു വ്യക്തിക്കോ മറ്റൊരാൾക്കോ അല്ലെങ്കിൽ മറ്റൊരു വ്യക്തിക്കോ അവരുടെ ഡെയിലി ലൈഫിന് ആവശ്യമായ സാധനങ്ങൾ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സപ്ലൈ ചെയ്ത വ്യക്തിക്ക് ഇൻകോമ്പിറ്റൻ്റ് ആയ പാർട്ടീസിൻ്റെ പ്രോപ്പർട്ടിയിൽ നിന്ന് ആ എമൗണ്ട് തിരിച്ച് കിട്ടാനുള്ള റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പ് എന്ന് പറയുകയാണെങ്കിൽ പേയ്മെൻറ്റ് ബൈ എൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ സെക്ഷൻ 69 പ്രകാരം പേയ്മെൻറ്റ് ബൈ എൻ ഇൻട്രസ്റ്റഡ് പേഴ്സൺ, എ പേഴ്സൺ ഹൂ ഈസ് ഇൻട്രസ്റ്റഡ് ഇൻ ദിസ് പേയ്മെൻറ്റ് ഓഫ് മണി വിച്ച് അനദർ ഈസ് ബൗണ്ട് ബൈ ലോ ടു പേ ആൻഡ് ഹൂ ദെർഫോർ പേ ഇറ്റ് entitled to be reimbursed by the other. ഒരാൾ നിയമപരമായി കൊടുക്കേണ്ട എമൗണ്ട് അയാൾക്ക് കൊടുക്കാൻ സാധിക്കാത്തത് കൊണ്ട് അതുമായി താല്പര്യം കാണിച്ച് മറ്റൊരു വ്യക്തി കൊടുത്താൽ ആ പേയ്മെൻറ്റ് കൊടുത്ത വ്യക്തിക്ക് ആരാണോ കൊടുക്കേണ്ടി വരുന്നത് അവരുടെ കയ്യിൽ നിന്നും തിരിച്ച് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. In order to make section 69 applicable, the following condition must be satisfied. ഈ പറയുന്ന സെക്ഷൻ 69 അപ്ലൈ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന 3 കണ്ടീഷൻസും സാറ്റിസ്ഫൈ ചെയ്യണം. ഫസ്റ്റത്തത്, ദ പേയ്മെൻറ്റ് ഷുഡ് ബി മെയ്ഡ് ജെനുവിലി ഫോർ ദ പ്രൊട്ടക്ഷൻ ഓഫ് വൺ ഓൺ ഇൻട്രസ്റ്റ്. അതായത് പേയ്മെൻറ്റ് കൊടുക്കുന്ന വ്യക്തി അവരുടെ താല്പര്യത്തിന് വേണ്ടി കൊടുത്തിട്ടുണ്ടായിരിക്കണം എന്നതാണ് ഒന്നാമത്തെ പറയുന്നത്. അവരുടെ താല്പര്യത്തിന് വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളതായിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ പേയ്മെൻറ്റ് മസ്റ്റ് ബി സച്ച് ആസ് ദ അതർ പാർട്ടി വാസ് ബൗണ്ട് ബൈ ലോ ടു പേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ പാർട്ടി നിയമപരമായി കൊടുക്കാനുള്ള പേയ്മെൻ്റ് ആയിരിക്കണം കൊടുക്കേണ്ടത്. The payer should have made the payment to another person. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇവിടെ പറയുന്നത്? പേയ്മെൻറ്റ് കൊടുക്കുന്നത് മറ്റൊരു വ്യക്തിക്ക് ആയിരിക്കണം. ഇവിടെ ഗവൺമെൻറ്റിൻ്റെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് ഒബ്ലിഗേഷൻ ടു പേ ഫോർ ദ ബെനിഫിറ്റ്സ് എൻജോയ്ഡ് ഫ്രം നോൺ ഗ്രാറ്റുറ്റസ് ആക്ട് സെക്ഷൻ 17. When a person lawfully does anything for or delivers anything to another person with the intention of payment for that, and such other person enjoy the benefit thereof, then such other person is bound to make a compensation to the first person in respect of the thing so done or to restore the thing so delivered. അതായത് ഒരു വ്യക്തി നിയമപരമായി എന്തെങ്കിലും ഒരു കാര്യം മറ്റൊരു വ്യക്തിക്ക് ചെയ്തു കൊടുക്കുക, അല്ലെങ്കിൽ നമുക്ക് പേയ്മെൻറ്റ് കിട്ടണം എന്ന ഉദ്ദേശത്തോടു കൂടി നമ്മൾ മറ്റൊരാൾക്ക് എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്തു. ആ വ്യക്തിക്ക് നമ്മൾ ചെയ്തു കൊടുത്ത കാര്യവുമായി ബന്ധപ്പെട്ട് അയാൾക്ക് അതിൻ്റെ ബെനഫിറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ
ആ ബെനിഫിറ്റ് റിസീവ് ചെയ്ത വ്യക്തിക്ക് അയാൾ എൻജോയ് ചെയ്ത ബെനിഫിറ്റിനുള്ള എമൗണ്ട് മറ്റേ വ്യക്തിക്ക് പ്രൊവൈഡ് ചെയ്യണം എന്നാണ് പറയുന്നത്. ഇൻ കേസ് അയാൾക്ക് ആ പേയ്മെൻറ്റ് കൊടുക്കാൻ സാധിച്ചിട്ടില്ലെങ്കിൽ ആ ബെനിഫിറ്റ് ആരാണോ അയാൾക്ക് കൊടുത്തത് അയാൾക്കത് തിരിച്ചു കൊടുക്കേണ്ട റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത്. അതിൽ ചില കണ്ടീഷൻസ് ആണ് പറയുന്നത്. എ ക്ലെയിം അണ്ടർ ദ സെക്ഷൻ ക്യാൻ ബി മെയ്ഡ് ഓൺലി വെൻ ദ ഫോളോയിങ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ്. ഫസ്റ്റ് വൺ, ദ തിങ്സ് മസ്റ്റ് ഹാവ് ബീൻ ഡൺ ഓർ ഡെലിവേർഡ് ലോഫുള്ളി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിയമപരമായിട്ടുള്ള എന്തെങ്കിലും കാര്യം ചെയ്തു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് സെക്ഷൻ 17 അനുസരിച്ച് ക്ലെയിം ചെയ്യാൻ സാധിക്കും. ബട്ട് ഇല്ലീഗൽ ആണെങ്കിൽ നമുക്ക് എന്താണ് ക്ലെയിം ചെയ്യാൻ സാധിക്കില്ല. നെക്സ്റ്റ്, the person who are done or delivered the things must not have intended to do so gratuitously. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഫ്രീ ആയിട്ട് ഡെലിവറി ചെയ്യുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ ഫ്രീ ആയിട്ട് ഒരു സാധനം ഡെലിവറി ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് എന്താണ് അതിൻ്റെ മേൽ യാതൊരു തരത്തിലുള്ള ക്ലെയിമും ചെയ്യാൻ സാധിക്കില്ല എന്നാണ് പറയുന്നത്. കാരണം അവിടെ ഗുഡ്സ് പ്രൊവൈഡ് ചെയ്തത് ഫ്രീ ആയിട്ടാണ്. ഇനി പേയ്മെൻറ്റ് കിട്ടണമെന്ന ഉദ്ദേശത്തോട് കൂടിയിട്ടാണ് അയാൾ ആ ഒരു പ്രോപ്പർട്ടി കൊടുക്കുന്നത് എങ്കിൽ അയാൾക്ക് എന്താണ് അതിനുള്ള ബെനിഫിറ്റ് അല്ലെങ്കിൽ അയാൾക്ക് അതിനുള്ള എമൗണ്ട് തിരിച്ച് കിട്ടണം എന്നുള്ളത് അയാളുടെ റൈറ്റ് ആണെന്നാണ് പറയുന്നത്. അതിന് ക്ലെയിം ചെയ്യണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ദ പേഴ്സൺ ഫോർ whom the act is done to whom things is delivered must have enjoyed the benefits of the act done. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കൊടുത്ത കാര്യത്തിൽ നിന്നും എന്താണോ ചെയ്തത് അതിൻ്റെ ബെനിഫിറ്റ്സ് നമുക്ക് റിസീവ് ചെയ്തിരിക്കണം എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ടൈപ്പാണ് റെസ്പോൺസിബിലിറ്റി ഓഫ് എ ഫൈൻഡർ ഓഫ് ഗുഡ്സ്, സെക്ഷൻ 71. A person who find goods belonging to another and take them into his custody is subject to the same responsibility as a bailey. എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയുടെ എന്തെങ്കിലും ഒരു പ്രോപ്പർട്ടി വീണ് കിട്ടുകയാണ് എന്നുണ്ടെങ്കിൽ ആ പ്രോപ്പർട്ടി വീണ് കിട്ടിയ വ്യക്തിക്ക് സെയിം റെസ്പോൺസിബിലിറ്റി ഓഫ് ബെയിലി, അതായത് നമ്മൾ പണയത്തിൽ സാധനം വെച്ച് കഴിഞ്ഞാൽ അതേ റെസ്പോൺസിബിലിറ്റിയാണ് ഇവിടെയും ഉണ്ടാകുന്നത്. ബെയിലി എന്ന് പറയുകയാണെങ്കിൽ പണയം വയ്ക്കുക. ദ ഫൈൻഡർ ഈസ് ബൗണ്ട് ടു ടേക്ക് ആസ് മച്ച് കെയർ ഓഫ് ദി ഗുഡ്സ് ഫൗണ്ട് ആസ് എ മാൻ ഓഫ് ഓർഡിനറി പ്രുഡൻസ് വുഡ് അണ്ടർ സിമിലർ സർക്കംസ്റ്റൻസ് ടേക്ക് ഓഫ് ഹിസ് ഓൺ ഗുഡ്സ്. ഇങ്ങനെ വീണ് കിട്ടിയ പ്രോപ്പർട്ടി അയാൾ സ്വന്തം പ്രോപ്പർട്ടി എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതുപോലെ തന്നെ സൂക്ഷിക്കണം. അതുമാത്രമല്ല ആർക്കാണോ ആ ഗുഡ്സ് കിട്ടിയത് അല്ലെങ്കിൽ ആ പ്രോപ്പർട്ടി കിട്ടിയത് അയാൾ തന്നെ അതിൻ്റെ ഓണറെ കണ്ടുപിടിച്ച് അത് ഏൽപ്പിക്കേണ്ട റൈറ്റ്സ് ഈ ഫൈൻഡറിനുണ്ട് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, പേയ്മെൻറ്റ് ബൈ മിസ്റ്റേക്ക് ഓർ അണ്ടർ കൊയേഷൻ, സെക്ഷൻ 72. A person to whom money has been paid or anything delivered by mistake or under coercion must repay or return it. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി മറ്റൊരു വ്യക്തിക്ക് ബൈ മിസ്റ്റേക്ക് ഓർ കൊഹേഷൻ ഒക്കെ കാരണം എന്തെങ്കിലും എമൗണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് തിരിച്ച് കിട്ടാനുള്ള റൈറ്റ്സ് ഉണ്ട് എന്നാണ് പറയുന്നത് സെക്ഷൻ 72. നെക്സ്റ്റ്, what are the difference between the contract and quasi-contract? ഫസ്റ്റ് വൺ, ഓൺ ദ ബേസ് ഓഫ് നാച്ചറുടെ കേസിൽ കോൺട്രാക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ ഫുൾ ഫ്ലഡ്ജ്ഡ് കോൺട്രാക്റ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ എസെൻഷ്യൽ എലമെൻസും ഫുൾഫിൽ ചെയ്യുന്ന കോൺട്രാക്റ്റിനെ പറഞ്ഞാൽ ഫുൾ ഫ്ലഡ്ജ്ഡ് കോൺട്രാക്റ്റ്. അതാണ് കോൺട്രാക്റ്റ് നോർമലി ആയുള്ളൊരു കോൺട്രാക്റ്റ് വരുന്നത്. കോസി കോൺട്രാക്റ്റ് ആണെങ്കിൽ നോട്ട് എ റിയൽ കോൺട്രാക്റ്റ്, ഒരു റിയൽ ആയുള്ള കോൺട്രാക്റ്റ് ആയിരിക്കില്ല, ബട്ട് എ കോൺട്രാക്റ്റ് ഇൻ ലോ. ബട്ട് കോൺട്രാക്റ്റ് ഇൻ ലോ ആണ്. കാരണം കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് സാങ്കല്പിക കോൺട്രാക്റ്റ് ആണെന്നാണ് പറയുന്നത്. നെക്സ്റ്റ്, ഓൺ ദ ബേസ് ഓഫ് എസെൻഷ്യലിൻ്റെ കേസിൽ എന്ന് പറയുകയാണെങ്കിൽ കോൺട്രാക്റ്റ് ആണെങ്കിൽ ഓൾ എസെൻഷ്യൽസ് എലമെൻറ്റ്സ് സച്ച് ആസ് ഓഫർ, ആക്സെപ്റ്റൻസ്, ഫ്രീ കൺസെൻറ്റ് ആൻഡ് കൺസിഡറേഷൻ ആർ ദർ. ഈ എല്ലാ എലമെൻറ്റ്സും ഫുൾഫിൽ ചെയ്യുന്നതാണ് ഒരു കോൺട്രാക്റ്റ് എന്ന് പറയുന്നത്. കോസി കോൺട്രാക്റ്റ് ലാക്സ് ദ എസെൻഷ്യൽസ് ഓഫ് എ
കോൺട്രാക്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോസി കോൺട്രാക്റ്റിൽ എല്ലാ എലമെൻസും ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ അതിനെ കോസി കോൺട്രാക്റ്റ് എന്ന് പറയുന്നു. നെക്സ്റ്റ്, ഓൺ ദ ബേസിസ് ഓഫ് എഗ്രിമെൻറ്റ്. കോൺട്രാക്റ്റ് ആണെങ്കിൽ എ കോൺട്രാക്റ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺട്രാക്റ്റ് എന്ന് പറയുന്നത് ഒരു എഗ്രിമെൻ്റ് ആണ് എന്നാണ് പറയുന്നത്. കോൺട്രാക്റ്റ് ഈസ് എൻ എഗ്രിമെൻറ്റ്. കോസി കോൺട്രാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ കോസി കോൺട്രാക്റ്റ് സാങ്കല്പികമായതുകൊണ്ട് തന്നെ ദർ ഈസ് നോ എഗ്രിമെൻറ്റ്, അതിനൊരു എഗ്രിമെൻറ്റ് ഉണ്ടായിരിക്കാൻ ചാൻസ് ഇല്ല. നെക്സ്റ്റ്, ഒബ്ലിഗേഷൻ. ഓൺ ദ ബേസ് ഓഫ് ഒബ്ലിഗേഷൻ്റെ കേസിൽ കോൺട്രാക്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ക്രിയേറ്റ്സ് ദ കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻ ബിറ്റ്വീൻ ദ പാർട്ടീസ്. ഒരു കോൺട്രാക്റ്റിലുള്ള രണ്ട് പാർട്ടീസും അതിൻ്റേതായിട്ടുള്ള കോൺട്രാക്ച്വൽ ഒബ്ലിഗേഷൻസും റൈറ്റ്സും ഉണ്ടായിരിക്കും. കോസി കോൺട്രാക്റ്റ് ആണെങ്കിൽ ദർ ആർ ദ ഒബ്ലിഗേഷൻ വിച്ച് ആർ ക്രിയേറ്റഡ് ആൻഡ് ഇമ്പോസ്ഡ് ബൈ ലോ. ഇവിടെ എന്താണ്? ലോ ആണ് ഇമ്പോസ് ചെയ്യുന്നത്, നീതിയാണ് അവിടെ നടപ്പിലാവുന്നത് കോസി കോൺട്രാക്റ്റ്. ഫൗണ്ടേഷൻ എന്ന് പറയുകയാണെങ്കിൽ ഇറ്റ് ഈസ് എ ഫൗണ്ടഡ് അപ്പോൺ ജനറൽ പ്രിൻസിപ്പിൾസ് ഓഫ് എ കോൺട്രാക്റ്റ്. ഒരു കോൺട്രാക്റ്റ് എന്ന നിലയിൽ ആ കോൺട്രാക്റ്റിൽ ഈ പറയുന്ന എല്ലാ പ്രിൻസിപ്പിൾസും ഫോളോ ചെയ്തു പോകണം. കോസി കോൺട്രാക്റ്റ് ആണെങ്കിൽ ഇറ്റ് ഈസ് ഫൗണ്ടഡ് അപ്പോൺ ദ പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസ് ആൻഡ് ഇക്വിറ്റി. കോസി കോൺട്രാക്റ്റ് പ്രിൻസിപ്പിൾസ് ഓഫ് ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾസും അതുപോലെ തന്നെ ഇക്വിറ്റിയും മാത്രമാണ് അവിടെ ഫോളോ ചെയ്തു പോകേണ്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ടോപ്പിക് എന്ന് പറഞ്ഞാൽ എന്താണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കോസി കോൺട്രാക്റ്റും അതുപോലെ തന്നെ ഡിഫറൻസ് ബിറ്റ്വീൻ ദ കോൺട്രാക്റ്റ് ആൻഡ് കോസി കോൺട്രാക്റ്റും ഇതാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാതും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും തരത്തിലുള്ള ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ ഇടേണ്ടതാണ്. നാളെ ഞാൻ അതിൻ്റെ ഡൗട്ട്സ് ക്ലിയർ ചെയ്തു തരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോ കാണുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. താങ്ക് യു മൈ ഡിയർ സ്റ്റുഡൻസ്.